ജാമ്യം വരുമ്പോൾ അതിനെ എതിർക്കുന്നില്ല പ്രോസിക്യൂഷൻ. ചെറിയ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിന് കാരണം പ്രധാനമായും സ്വാഭാവികമായും ഇന്നലെ കേന്ദ്രമടക്കം ഛത്തീസ്ഗഡ് സർക്കാരിന് വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ആ സമ്മർദ്ദത്തിന് കേന്ദ്രം വഴങ്ങിയത് മനസ്സിലാക്കുന്നു. പക്ഷേ ജാമ്യം, ഒരു കേസെടുത്താൽ ജാമ്യം ഉണ്ടാകണം. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന സഭകളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇതൊരു കള്ളക്കേസാണെന്നും കേസ് റദ്ദാക്കണമെന്നുള്ളതാണ്. അതിലേക്കൊക്കെ അടക്കം കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഈ ഛത്തീസ്ഗഡ് സർക്കാരിന് ബജ്രംഗ് ദളിനൊക്കെ പിണക്കി അത്തരത്തിൽ FIR സ്കോച്ച് ചെയ്യാൻ ഒരു ധൈര്യമൊക്കെ കാണിക്കാനുള്ള സാധ്യത നിലവിൽ നമുക്ക് അനുമാനിക്കാവോ ശ്രീനാഥ്? അങ്ങനെ ഒരു ഭയം ഏതായാലും ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായി ഉണ്ടാകും. കാരണം സ്ഥലം ഛത്തീസ്ഗഡാണ്. അവിടെ ഈ ബജ്രംഗ് ദളിനൊക്കെ തന്നെ ഏത് തരത്തിൽ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് നല്ല ബോധ്യവും ഉള്ളതാണ്. BJPയുടെ ഒരു പോഷക സംഘടന എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അവരെ പൂർണ്ണ അർത്ഥത്തിൽ ആ തരത്തിൽ പിണക്കാനും കഴിയില്ല എന്നതാണ് സാഹചര്യം. മാത്രമല്ല ഇന്ന് പോലും ഛത്തീസ്ഗഡിലെ BJPയുടെ ഔദ്യോഗികമായ ട്വിറ്റർ ഹാൻഡിൽ വന്ന ഒരു പ്രകോപനപരമായ പോസ്റ്റ് കൂടി ആ തരത്തിൽ വിവാദമായിട്ടുമുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ കന്യാസ്ത്രീമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇപ്പോൾ ബെയിൽ ആപ്ലിക്കേഷൻ വന്ന സമയത്ത് പ്രോസിക്യൂഷൻ അതിനെ ഒരു ഘട്ടത്തിൽ എതിർത്തു. ആ ബെയിൽ നൽകാൻ കഴിയില്ല, കേസ് അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പോലും കാര്യമായ രീതിയിൽ വലിയ ശക്തമായ വാദങ്ങൾ ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ട് അവർ നടത്തിയില്ല എന്നതും യാഥാർത്ഥ്യമാണ്. രണ്ടു പക്ഷത്തെയും ഒരു ബാലൻസിങ് അതിൽ വലിയ രീതിയിൽ എതിർത്തില്ല എന്ന് പറയുമ്പോൾ ഈ കേസെടുത്തൊരു പശ്ചാത്തലവും സാഹചര്യവും നമ്മൾക്ക് അറിയുന്നതാണ്. ഈ സ്റ്റേഷനിലടക്കം ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇരച്ചു കയറി പോലീസ് അവരോട് പറയുന്ന വണ്ണം FIR ഇടുന്നു നമ്മൾ കണ്ടതാണ്. അപ്പോഴും ഇത്തരത്തിൽ അതൊരു ആൾക്കൂട്ട വിചാരണ തന്നെയായിരുന്നു അന്ന് ആ പോലീസ് സ്റ്റേഷനിലടക്കം നടന്നത്, റെയിൽവേ സ്റ്റേഷനിലടക്കം നടന്നത്. അപ്പോഴും അതിലൊന്നും ഒരു നടപടി കൈക്കൊള്ളാൻ ഛത്തീസ്ഗഡ് ഇതുവരെ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതുപോലെ ഈ ആൾക്കൂട്ട വിചാരണ നടത്തുന്ന ആരോപണത്തിൽ ഒരു കേസ് പോലും എടുക്കാൻ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ സർക്കാർ മുതിർന്നിട്ടുമില്ല. ഇതടക്കമുള്ള വിഷയങ്ങൾ ഇനിയും അങ്ങനത്തെ നിലച്ചു നിൽക്കില്ല അവിടെ. ഇപ്പോൾ അജീഷ് ജയകുമാർ ദുർഗിലെ സെൻട്രൽ ജയിലിന് മുൻവശത്തുണ്ട്. ജാമ്യത്തിൽ ചില വിവരങ്ങൾ അജീഷ് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അജീഷ് തുടരാം. അതിന്റെ ഉത്തരവ് പകർപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ തുറന്ന് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ഉത്തരവിന്റെ പകർപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അത് വായിച്ചതിന് ശേഷം അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാനാവും. എന്തായാലും ഈ കോടതി നടപടികൾ, അത് NIA കോടതിയിലെ നടപടികൾ ഏതാണ്ട് പൂർത്തിയായതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ മജിസ്ട്രേറ്റ് കോടതിയിലെ ഒരു സീൽഡ് ഓർഡർ അത് നേരത്തെ ഈ NIA കോടതിയിൽ ഏൽപ്പിക്കണമായിരുന്നു. അതുമായി നേരത്തെ ഒരു സംഘം ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ അത് മെയിലായിട്ട് ഈ കോടതിയിലേക്ക് അയക്കുകയും ഈ കോടതി അത് അക്സെപ്റ്റ് ചെയ്യുകയും അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇനി വളരെ കുറച്ച് സമയം, നിമിഷങ്ങൾക്കകം തന്നെ NIA കോടതിയിൽ നിന്ന് ഈ എക്സിക്യൂഷൻ ഓർഡറുമായി അവർ ഈ ദുർഗ് സെൻട്രൽ ജയിലിലേക്ക് എത്തും. ഇനി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോകേണ്ട കാര്യമില്ല. അവിടെ നിന്ന് ഏതാണ്ട് 150 കിലോമീറ്റർ ഉണ്ട് ഈ ദുർഗ് സെൻട്രൽ ജയിലിലേക്ക്. ഏതാണ്ട് 2.5-3 മണിക്കൂർ യാത്രയുണ്ട്. ആ യാത്ര അത് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് വളരെ കുറച്ച് സമയങ്ങളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി. നമ്മൾ ജയിൽ സൂപ്രണ്ടുമായിട്ട് അടക്കം സംസാരിച്ചിരുന്നു. ഇവിടെ എല്ലാം നേരത്തെ തന്നെ പറഞ്ഞ് വച്ചിട്ടുണ്ടായിരുന്നു. ഈ നേതാക്കളടക്കം ഈ നിയമസഹായം നൽകുന്നവരടക്കം ഈ ജയിലിന്റെ അധികൃതരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏതാണ്ട് ഒരു 3 മണിക്കൂർ ഉള്ളിൽ തന്നെ ഈ അവിടുത്തെ എക്സിക്യൂഷൻ ഓർഡറുമായി ഈ അഭിഭാഷകരടക്കമുള്ള സംഘം ഇങ്ങോട്ടേക്ക് എത്തും. ഇത് എത്തിക്കഴിഞ്ഞാൽ അധിക സമയം വേണ്ടി വരില്ല കന്യാസ്ത്രീകളുടെ മോചനത്തിനായി. നമ്മൾ ഏവരും കാത്തിരിക്കുന്നത് ഈ 2 കന്യാസ്ത്രീകളുടെ പ്രതികരണത്തിനായിട്ടാണ്. കാരണം അന്ന് ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത്, ഈ ഭീഷണി നേരിട്ടത്, മർദ്ദനമേറ്റത് ഈ 2 കന്യാസ്ത്രീകളാണ്. സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി. ഈ 2 പേർക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഈ മറ്റുള്ളവരൊക്കെ അന്ന് കാഴ്ചക്കാരായിരുന്നു. നമ്മൾ അന്ന് കണ്ട ദൃശ്യങ്ങൾ അത് പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. ഒരു കൂട്ടം ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇവരെ നേരെ ആക്രോശിക്കുക. ജ്യോതി ശർമ്മ എന്ന പേരുള്ള ഒരു സ്ത്രീ ഈ ബജ്രംഗ് ദളിന്റെ ഇവിടുത്തെ ഒരു സംസ്ഥാന നേതാവ് കൂടിയാണ്. അവർ ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ, ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ, ഈ കൂടെ ഉണ്ടായിരുന്ന പയ്യനെ, ആ ഒരു ആൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ, സുക്മാൻ മണ്ഡാവി എന്ന് പറയുന്ന 19-കാരനെയാണ് അവർ മർദ്ദിക്കുകയും മൊഴി മാറ്റാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്താൽ ഒരു പെൺകുട്ടി ഭീഷണിയിൽ വഴങ്ങി ഇവർക്കെതിരെ ആദ്യഘട്ടത്തിൽ മൊഴി മാറ്റിയിരുന്നു. അങ്ങനെയാണ് ഈ കേസ് പോലും ഉണ്ടായത്. 2 ഗുരുതര വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയത്. പിന്നീട് സർക്കാരിന്റെ സംരക്ഷണ കേന്ദ്രത്തിലായിരുന്ന ഈ പെൺകുട്ടികളെ മാതാപിതാക്കൾക്കൊപ്പം വിടുന്നു. മാതാപിതാക്കൾക്കൊപ്പം പോയ ശേഷം അവർ മാധ്യമങ്ങളെ കാണുന്നു. നാരായൺപൂർ എന്ന ഒരു ഗ്രാമത്തിൽ അവിടെ മാധ്യമങ്ങളെ കണ്ട് ഇവർ തുറന്നു പറയുന്നു ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ
കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകിയതെന്ന്. അങ്ങനെ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സമ്മർദ്ദങ്ങൾ കേരളത്തിലുള്ള പ്രതിഷേധങ്ങളുടെ, ലോക്സഭയിലടക്കം നടന്ന പ്രതിഷേധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ സർക്കാരിന് മേൽ സമ്മർദ്ദമുണ്ടാവുകയും ഈ പ്രോസിക്യൂഷന് ഒരു നിലപാട് മയപ്പെടുത്തേണ്ടിയും വന്നത്. പക്ഷേ എന്നിട്ട് പോലും ഇന്ന് രാവിലെ BJPയുടെ ഛത്തീസ്ഗഡ് സംസ്ഥാന ഘടകത്തിന്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് ഒരു ട്വീറ്റ് വരുന്നു. കന്യാസ്ത്രീകളെയും കോൺഗ്രസിനെയും അപഹസിക്കുന്ന തരത്തിൽ ഒരു കാർട്ടൂണ് പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു അതിനെതിരെ ഒരു ട്വീറ്റ് അവരിട്ടത്. അത് ഏതാണ്ട് അരമണിക്കൂർ അവരുടെ ട്വിറ്റർ പേജിലും അവരുടെ ഫേസ്ബുക്ക് പേജിലും ഉണ്ടായിരുന്നു. അത് പ്രതിഷേധമായതോടെ, അത് വാർത്തയായതിന് പിന്നാലെ അത് മുക്കുകയും ചെയ്തു. എന്തായാലും ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ ജയിലിന്റെ പരിസരത്ത് എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. UDFന്റെ നേതാക്കൾ, BJPയുടെ നേതാക്കൾ, LDFന്റെ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവർ മധുരം വിതരണം ചെയ്താണ് ഈ ജാമ്യം കിട്ടിയെന്ന വിധി സ്വീകരിച്ചത്, എന്തായാലും സ്വാഗതം ചെയ്തത്. എന്തായാലും അവരുടെ മോചനത്തിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എല്ലാവരും കാത്തിരിക്കുന്നത് ആ കന്യാസ്ത്രീകളുടെ, ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അവർ ജയിലിനകത്ത് അനുഭവിച്ചത്, ആ പോലീസ് സ്റ്റേഷനിൽ അനുഭവിച്ചത്, റെയിൽവേ സ്റ്റേഷനിൽ അനുഭവിച്ചത്, ഇവർക്ക് നേരിടേണ്ടി വന്ന കൊടിയ പീഡനം, ദുരിതം, മാനസിക പീഡനം, ഇതെല്ലാം തുറന്നു പറയുന്നത് കാത്തിരിക്കുകയാണ് നമ്മൾ.